എല്ലാ സിനിമയിലുള്ള അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. എല്ലാവരും പോയി കണ്ട സെക്കൻഡ് ഹാഫ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ നല്ലൊരു ആ ഒരു ടീമിൻ്റെ തന്നെ നല്ലൊരു കമ്പാക്റ്റുമാണ്. ശ്രീനിവാസൻ സിനിമയിലൊരു ഡയലോഗാണ്, സിനിമ ഒരു മാജിക്കാണ്. സിനിമ ഒരു മാജിക്കാണ്. പുള്ളിക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ഈ സിനിമയിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ഇതിനു മുമ്പുള്ള സിനിമകളും കിടക്കുകയാണ്. പുള്ളി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇമോഷണൽ ഫീലിംഗ് മാത്രമല്ല, സെക്കൻഡ് ഹാഫിൽ ഇതിൽ നിവിൻ പോളിയുടെ ഒരു ക്യാരക്ടറുണ്ട്. അതിന് നമ്മൾ പറയില്ല, ഒരു കൂട്ടുകാരന് മറ്റൊരു കൂട്ടുകാരെ അറിഞ്ഞെഴുതുമെന്ന് പറയുമ്പോൾ അതുപോലെ അറിഞ്ഞെഴുതിയിട്ടുണ്ട്. അതായത് നിവിൻ പോളിയുടെ പടം കണ്ട് ഞാൻ ഉൾപ്പെടെ വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയ സിനിമയൊക്കെ. പക്ഷേ സ്വന്തമായിട്ട് സ്വന്തം കൂട്ടുകാരനെ ഊക്കിയിട്ട് ആ കൂട്ടുകാരൻ തൻ്റെ വിമർശകരുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാന്ന് പറയുന്ന ഡയലോഗ്. അത് ഉറപ്പിച്ചോ നിങ്ങൾ. ഈ സിനിമ ഇനി എല്ലാവരും കണ്ടു കഴിഞ്ഞ് ഇത് ഇനി അങ്ങോട്ട് ട്രെൻഡാണ്. അങ്ങനെ നിവിൻ പോളിക്ക് അത്രയും കിട്ടില്ല വേണ്ടൊരു ക്യാരക്ടർ കൊടുക്കുന്നത്. പിന്നെ ധ്യാനം, ആഴ്ചക്കാഴ്ചയ്ക്ക് പടങ്ങൾ ഇറക്കി പൊട്ടിക്കുന്ന ധ്യാനിന് മികച്ചൊരു വേഷം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വല്ലപ്പോഴും ചെയ്താൽ മതി, ആഴ്ചക്കാഴ്ചയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തം അനിയന് ചേട്ടൻ അതിമനോഹരമായിട്ടൊരു ക്യാരക്ടർ, വളരെ ഒരു എന്താ പറയുക കൺട്രോൾഡ് ആക്ടിങ്. അതായത് പല കാലഘട്ടങ്ങളിൽ ചെയ്യണം. അതൊക്കെ ധ്യാൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ, എനിക്കിതിലൊരു ഇതുണ്ടായിരുന്നു, പ്രണവ് മോഹൻലാലിൻ്റെ വേറൊരു ഗെറ്റപ്പ് കാണിക്കുക. അതെങ്ങനെ വിനീത് കൺസീവ് ചെയ്യും, സൂപ്പറായിട്ട് വിനീത് കൺസീവ് ചെയ്യുന്നുണ്ട്. പ്രണവ് മോഹൻലാലിൻ്റെ ഒരുപാട് ഗസ്റ്റേഴ്സ്, ആ ഒരു പെർഫോമൻസ്, ലാലേട്ടൻ്റെ ഷെയ്ഡൊക്കെ തോന്നും. പക്ഷേ അതിമനോഹരമായിട്ട് വിനീത് സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമയുടെ അവസാനം ടൈലൻ്റ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. കാരണം നമ്മളെങ്ങനെ ഇമോഷണൽ അടിച്ച് ഫീലിംഗ് അടുപ്പിച്ച് ഫസ്റ്റ് ഹാഫ് കുറേ ഇമോഷണൽ ഫീലിംഗ് സാധനമുണ്ട്. സെക്കൻഡ് ഹാഫ് ചിരിയാണ്, കുറേ ഫൺ മൊമെൻ്റ് ഉണ്ട്. ബേസിൽ അടിപൊളിയാണ്, നിവിൻ പോളി അടിപൊളിയാണ്. പിന്നെ വേറൊരാൾ അതിവേഷം ചെയ്തിട്ടുണ്ട്, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. യുവതാരങ്ങളുടെ ഒരു മേളമുണ്ട് സിനിമയ്ക്ക്. പിന്നെ സിനിമയ്ക്കകത്തുള്ള സിനിമയാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള സിനിമയുടെ കുറേ കാര്യങ്ങൾ വിനീത് കാണിച്ചിട്ടുണ്ട്. ഒരേ സമയം ഫീൽ ഗുഡാണ്, ഇമോഷണലാണ്, ഫണ്ണാണ് പടം. വർഷങ്ങൾക്ക് ശേഷം ഫാമിലിയായിട്ട് വന്ന് തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മികച്ചൊരു സിനിമ വിനീത് തന്നിട്ടുണ്ട്. തൻ്റെ മുൻകാല സിനിമയായ ഹൃദയമായിട്ട് നമുക്കങ്ങനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. സിനിമയ്ക്കകത്തുള്ള സിനിമ അതിമനോഹരമായിട്ട് തന്നിട്ടുണ്ട്. തൻ്റെ അച്ഛനും അല്ലെങ്കിൽ ഒരുപാട് സിനിമാക്കാർക്കും ഒക്കെ ഓർമ്മകളായ സ്വാമി സ്കൗട്ടിൻ്റെ കാര്യമൊക്കെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫീലാണ്. എനിക്ക് തോന്നുന്നു സിനിമാക്കാർക്ക് ഈ പടം കുറേ കൂടെ ഫീലിംഗ് ആയിരിക്കും. അവർക്ക് കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ തിരതള്ളി വരും. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, ധ്യാനും പ്രണവും ഭയങ്കര ഒരു കെമിസ്ട്രി ആയിരുന്നു. പിന്നെ ഇവരുടെ ഇൻ്റർവ്യൂവിൽ ധ്യാനും ബേസിലോ, ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടെങ്കിൽ ധ്യാനും ബേസിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഊക്കിയതാണ് ആലോചിക്കുന്നത്. പക്ഷേ സിനിമയിൽ നമ്മളതൊന്നും അറിയില്ല, അത്രയ്ക്കും കുടിലനായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. ബേസിലൊക്കെ സൂപ്പർ പെർഫോമൻസാണ്. പടം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഹൃദയം നിറഞ്ഞു വരും, കുറച്ച് ചിരിക്കാനുണ്ട്. ഏറ്റവും സന്തോഷം നിവിൻ പോളി ഇതിൽ തിയേറ്ററിൻ്റെ അകത്തിരുന്നിട്ട് ഐ ആം കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞ് വിളിക്കും. അതിന് പറ്റിയൊരു സാധനം, ചെറിയൊരു റോളാണ്, അത് സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സർക്കാസ് റോളാണ്. അത് വിനീതിനെ പറ്റുള്ളൂ. ഈവൻ പ്രണവ് മോഹൻലാലിനെ വരെ സ്വയം കളിയാക്കുന്ന ഒരു ഡയലോഗ് വിനീത് സെക്കൻഡ് ഹാഫിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രണവിനെ നിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇവരുടെ യൂത്തിൻ്റെ ഇടയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാം പഴയ സിനിമാക്കാർക്കും ഇപ്പോഴുള്ള സിനിമാർക്കൊക്കെ എല്ലാം പക്ക ഡെഡിക്കേഷനാണ് പടം. വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്യൂട്ടിഫുൾ മൂവി, അതാണ് പറയാനുള്ളത്. വിനീത് ശ്രീനിവാസൻ എഗെയിൻ പ്രൂവ് ചെയ്യും. അതായത് പുള്ളിയുടെ ആ ഒരു ടാലൻറ്റും കാലിബറൊക്കെ പിന്നീട് ഇതിലൊരു റോള് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു റോളാണ്. എന്താ പറയുക, അവസാനം ഇങ്ങനെ സിമ്പിളായിട്ട് നിൽക്കുക. അതുപോലെ എന്താ പറയുക, വളരെ ഒരു മികച്ചൊരു സിനിമ തന്നിട്ടുള്ളതാണ്. കൊള്ളാം, മിക്സ് ഓഫ് ഇതായിട്ട് തോന്നുന്നു. എനിക്ക് അത്ര പറയാനറിയത്തില്ല. ഇച്ചിരി ലാഗ് ഉണ്ട്, ഓവറോൾ കുഴപ്പമില്ല, നല്ല പ്രണവ് എല്ലാം തകർത്ത് എന്ന് പറയാം. സെറ്റ് പടം, വണ്ടർഫുൾ. പ്രണവമാണ് പടത്തിൽ. പ്രണവും കൊള്ളാം, ധ്യാനം കൊള്ളാം. ധ്യാൻ ശ്രീനിവാസൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളി എടുത്തു പറയേണ്ടതാണ്. ഹൃദയം കഴിഞ്ഞിട്ടുള്ള ഒരു പടമാണല്ലോ. നിവിൻ പോളിയാണ് ഷോസ് ചെയ്തത്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. പുള്ളിയുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ പറയണ പോലെയൊക്കെ തോന്നി. നല്ല റെഫറൻസ് ഒക്കെ ഉള്ള നല്ല സൂപ്പർ സിനിമ. സൂപ്പർ പടം, അടിപൊളിയാണ്. എനിക്കും ഇന്നത്തെ എക്സ്പെക്ടേഷൻസ് ആദ്യമായിട്ട് ഒരു 8 o'clock ഷോ വന്ന് കാണുന്നത്. ഇവിടെ എല്ലാവരും വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് വളരെ നല്ല പടം. ലൈക്ക് ഫസ്റ്റ് ഹാഫാണ് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതിനകത്ത് ചിരിക്കാൻ ഒത്തിരി ഉണ്ട്, ഒത്തിരി ഇപ്പോഴത്തെ റെഫറൻസസ് ഉണ്ട്, എല്ലാം കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊരു ക്ലിയർ വിന്നറാണ്. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടം. ആരും മിസ്സാക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഒത്തിരി കാലമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് നോക്കുന്ന വരുന്നില്ലല്ലോ, തിരിച്ചിപ്പോൾ വരും, മലയാളി ഫ്രം മൂവി വരുന്നുണ്ട്. പക്ഷേ ഈ പടം ശരിക്കും ഇറ്റ്സ് കംബാക്ക് മൂവി ആയി. ഭയങ്കര കണക്റ്റ് ആവുന്നുണ്ട് ഓഡിയൻസായിട്ട് എല്ലാ കാര്യങ്ങളും. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ബി ജി എം ആണെങ്കിലും
ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം വേറെ എല്ലാം പോയി കാണും. ഒരുപാട് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. ഫ്രണ്ട്സ്, ഫാമിലി, ഹോംസ് ഓവർ ഇട്ടേഴ്സ് എല്ലാവർക്കും വന്ന് for 100% ഷുവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പടമാണ്. അമേസിങ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.